സീറോ മലബാർ സഭയുടെ ആതിഥേയത്വത്തിൽ KCBC എക്യുമെനിക്കൽ കമ്മീഷന്റെയും KCCയുടെയും നേതൃത്വത്തിൽ കടുത്തുരുത്തി സെയിന്റ് മേരീസ് ഫൊറോന താഴത്ത് പള്ളിയിൽ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥന നടത്തപ്പെട്ടു. സഭൈക്യ പ്രാർത്ഥനകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ അഭിമാന നിറവിലാണ് കടുത്തുരുത്തി സെയിന്റ് മേരീസ് ഫൊറോന താഴത്ത് പള്ളി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സഭൈക്യ പ്രാർത്ഥനകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സീറോ മലബാർ സഭയുടെ ആതിഥേയത്വത്തിൽ KCBC എക്യുമെനിക്കൽ കമ്മീഷന്റെയും KCCയുടെയും നേതൃത്വത്തിൽ നടന്ന സഭൈക്യ പ്രാർത്ഥനകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ലഭിച്ച അവസരം പാലാ രൂപതയ്ക്ക്, പ്രത്യേകിച്ച് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളിക്ക് അഭിമാന മുഹൂർത്തം. രൂപതയ്ക്കും ഇടവകയ്ക്കും സഭാചരിത്രത്തിൽ ഒരിക്കൽ കൂടി ഇടം നേടാൻ ലഭിച്ച അവസരമായി ജനുവരി 23 നടന്ന സഭൈക്യ പ്രാർത്ഥനകളും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുടെ ഇടവകയിലേക്കുള്ള സന്ദർശനവും പ്രാർത്ഥനകൾക്കായി ദേവാലയത്തിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരെ ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നേലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സഭകൾ ഒത്തുകൂടേണ്ടതും കരം കോർക്കേണ്ടതും കാലികമായ ആവശ്യമാണെന്നും ക്രിസ്തുവിന്റെ സഭ പക്വമാണെന്ന അടയാളമാണ് സഭകളുടെ കൂടിവരവും കൂട്ടായ സുവിശേഷ പ്രഘോഷണവും കാണിക്കുന്നത്. സഭകൾ ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് വളരണമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കവേ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ക്രിസ്തുവിന്റെ സഭ പക്വമാകുന്നതിൻ്റെ അടയാളമാണ് സഭകൾ തമ്മിലുള്ള കൂടിവരവും കൂട്ടായ സുവിശേഷ പ്രഘോഷണങ്ങളും. നമ്മൾ ക്രിസ്തുവിൻ്റെ പക്വതയിലേക്കുള്ള വളർച്ച, ആ വളർച്ചയുടെ അടയാളമാണ് ഈ എക്യുമെനിക്കൽ കൂടിവരവും ഇന്ന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന. ഈ പള്ളിക്കകത്തിരിക്കുന്ന നമ്മൾ പലരും ഒരേ സഭയുടെ അംഗങ്ങളാണ്. നമ്മളെല്ലാം തന്നെ വ്യത്യസ്ത വിശ്വാസ പൈതൃകങ്ങളും ആരാധനാക്രമങ്ങളും ഒക്കെ ആഘോഷിക്കുന്നവരാണ്. പക്ഷേ ഈ ക്രിസ്തു ഒന്നാണ്, ക്രിസ്തുവിൻ്റെ സഭയും ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ഒന്നിപ്പ് ക്രിസ്തുവിൻ്റെ സഭയിലൂടെ പ്രകടമാക്കാൻ ഈ കൂടിവരവിനെ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിക്യ സുനഹദോസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സഭൈക്യ പ്രാർത്ഥനകൾക്ക് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിക്യ സുനഹദോസിൽ പറഞ്ഞ ആ കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരെല്ലാം ഒന്നിക്കുന്നവരാണ്. ആ സത്യമാണ് ഒന്നായി നിൽക്കുന്ന സഭയുടെ അടിസ്ഥാന ശില. അതിൽ ഈശോ പിതാവിൻ്റെ സത്ത ഹോമോ ഉസിയോസ് എന്നുള്ള അവർ വലിയ പ്രബോധനം എടുത്താണ് അക്കാര്യം പഠിപ്പിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിക്കിയായിൽ നമ്മൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കിഷ്ടമായിരിക്കണം. ഈശോയുടെ യുണീക്ക്നെസ് നമ്മൾ ഹോൾഡ് ചെയ്യണം. ദൈവഭാഷ നമ്മൾ മറക്കരുത്. ദൈവശാസ്ത്രത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ വിട്ടുകളയരുത്. അതാണ്. മൂവാറ്റുപുഴ ഭദ്രാസന മുൻ അധ്യക്ഷൻ അബ്രഹാം മാർ യൂലിയോസ്, മലങ്കര മാർത്തോമ സുറിയാനീസ് സഭ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ബർണബാസ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനീസ് സഭ നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ജോഷോ മാർ നിക്കോദിമോസ്, മൂവാറ്റുപുഴ മേഖല മെത്രാപ്പൊലീത്ത മാത്യൂസ് മാർ അന്തിമോസ്, CSI സഭ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ സാബു കോശി മലയിൽ, മലങ്കര യാക്കോബായ സുറിയാനീസ് സഭയിൽ നിന്നുള്ള സലീബ റബ്ബാൻ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനീസ് സഭയിലെ ദേവലോകം അരമനയിലെ റവറന്റ് യാക്കോബ് റബ്ബാൻ, മലബാർ സ്വതന്ത്ര സുറിയാനി തൊഴിയൂർ സഭയിലെ റവറൻസ് കറിയ ചിരൻ,
KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. ഇടവകയിലെ ദർശന സമൂഹം, കൈക്കാരന്മാർ, പള്ളി കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സംഘടനകൾ, സൺഡേ സ്കൂൾ പ്രതിനിധികൾ, ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. AKCC പാലാ രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, വിവിധ ഫൊറോന വികാരിമാർ, നിരവധി വൈദികരും മോൻസ് ജോസഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. എക്യുമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യിൽ, സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നേൽ, സഹവികാരിമാരായ ഫാദർ മാത്യു തയ്യിൽ, ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഗോള സഭൈക്യ വാരം, ക്രൈസ്തവ ഐക്യത്തിനുള്ള പ്രാർത്ഥനാ വാരം എന്നാണ് ചർച്ച് യൂണിറ്റി ഒക്ടേവ്. ഇത് വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ സഭയ്ക്കെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഒന്നാകുക എന്നൊരു ലയനം അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. തൃത്വത്തിൽ എത്ര പേരുണ്ട്? ഒരു ദൈവം, 3 ആളുകൾ, 12 ഗോത്രങ്ങൾ പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ 12 ശ്ലീഹന്മാർ. അതിൽ ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ആ 12 തയ്ക്കാൻ വേണ്ടിയിട്ട് എത്രയോ വലിയ പ്രാർത്ഥനയും ശ്രമങ്ങളുമാണ് നടന്നത്. അപ്പോൾ പല സഭകൾ എന്നുള്ളതും അതുപോലെ തന്നെ അസ്തിത്വപരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സഭകളെല്ലാം പരസ്പരം അകന്നു നിൽക്കാതെ, ഭിന്നിച്ചു നിൽക്കാതെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത്. ഷെഗ്ന ന്യൂസ്, കോട്ടയം.